വൈറൽ മറിയപ്പാസ് ചീസ് കേക്ക് അങ്ങനെ അവസാനം ഞാനും ഉണ്ടാക്കി. തുടക്കമൊക്കെ വളരെ ഗംഭീരമായിരുന്നു, ഒടുക്കം സംഭവ ബഹുലമായിരുന്നു. ആദ്യം മുട്ടേൻ്റെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്യുന്നു. വെള്ളയിലേക്ക് വാനില എസൻസോ ഷുഗറോ ഒക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് ബീറ്റ് ചെയ്തിട്ട് നല്ല മഞ്ഞ കട്ട പോലെ എടുക്കും. നമ്മളിങ്ങനെ തിരിച്ചിടുമ്പോൾ അത് പോവാത്ത രീതിയിൽ അടിപൊളിയായിട്ടൊക്കെ ബീറ്റ് ചെയ്തെടുത്തു. അടുത്തത് മഞ്ഞയാണ്. മഞ്ഞയിലേക്ക് നമ്മൾ മൈദ ആഡ് ചെയ്യുന്നു, ഓയിൽ, പാല്, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡറൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. ഈ മിക്സ് ചെയ്തിട്ട് നമുക്ക് കട്ടി കൂടുതലാണെന്നൊക്കെ കണ്ടപ്പോൾ ഞാൻ കുറച്ചും കൂടെ പാലൊക്കെ ആഡ് ചെയ്തു. അങ്ങനെ അവസാനം നമ്മൾ എന്ത് ചെയ്തു, ഈ മഞ്ഞയിലേക്ക് വെള്ളൻ്റെ മിക്സ് ഉണ്ടല്ലോ, ആ മിക്സൊക്കെ ആഡ് ചെയ്ത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമ്മൾ നല്ല രീതിയിലൊക്കെ മിക്സ് ചെയ്ത് മെല്ലെ മെല്ലെ കുറച്ച് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഓവനിൽ ബേക്ക് ചെയ്തെടുത്തപ്പോൾ നല്ല സാറ്റിസ്ഫൈങ് ആയിരുന്നു. അടിപൊളിയായിട്ടുള്ള സ്പഞ്ച് കേക്കായിട്ടൊക്കെ വന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്പഞ്ച് കേക്കാണ് നമുക്ക് കിട്ടിയത്. അടുത്തതാണ് ഫ്രോസ്റ്റിംഗ്. ഇവിടെയാണ് എൻ്റെ എല്ലാം കൈവിട്ട് പോയത്. ആദ്യം ബട്ടർ എടുക്കുന്നു, അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ്, ക്രീം ചീസ്, ഫ്രഷ് ക്രീമൊക്കെ ആഡ് ചെയ്തിട്ട് ഞാൻ നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുത്തു. പക്ഷേ എത്ര ബീറ്റ് ചെയ്തിട്ടും ഇത് നമുക്ക് ഒരു കട്ടി പോലെ കിട്ടുന്നേ ഇല്ല. അപ്പോൾ അവിടെ എൻ്റെ അടുത്ത് എന്തോ മിസ്റ്റേക്ക് പറ്റിയെന്ന് എനിക്ക് മനസ്സിലായി. അവസാനം ഞാൻ വിപ്പിംഗ് ക്രീം എടുത്തിട്ട് അതിലോട്ട് ഇത് ആഡ് ചെയ്തിട്ട് നമ്മളെ കേക്കിനെ മൊത്തത്തിലൊന്ന് പുതപ്പിച്ചെടുക്കുക കേട്ടോ ചെയ്തതും. ആൻഡ് അവസാനം നല്ല ഫുൾ രീതിയിൽ നല്ല കവർ ചെയ്തിട്ട് ഞാനിവിടെ ചെദാർ ചീസാണ് എടുത്തിട്ടുള്ളത്. ചെദാർ ചീസ് എടുത്തിട്ട് നല്ല രീതിയിൽ കവർ ചെയ്തു. പക്ഷേ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നല്ല തണുപ്പിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.